നമസ്കാരം. ജീവിതം സാക്ഷിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മറക്കാൻ പറയാൻ എളുപ്പമാണ്, പക്ഷേ മണ്ണിൽ പിറക്കാതിരിക്കുകയാണ് അതിനെളുപ്പം. എന്ത് വലിയ വരികളാണ് കവികൾ എഴുതി വച്ചിരിക്കുന്നത്. പല കാര്യങ്ങളും, ചെറിയ ചെറിയ വാക്കുകൾ പോലും മറക്കാൻ പറ്റാതിരിക്കുന്നതാണ് പല പ്രശ്നങ്ങൾക്കും പ്രധാന കാരണം. അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അതെങ്ങനെ പറയാൻ പറ്റി? അത്രയും സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് എങ്ങനെ പറയാൻ പറ്റി? ഇതിൻ്റെ പേരിൽ മാത്രം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ പഠിക്കുകയാണ്. ജീവിതം സാക്ഷിയിലേക്ക് വീണ്ടും സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിങ് പാനലിന് ഞാൻ നമസ്കാരം അർപ്പിക്കുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒറ്റപ്പാലത്ത് നിന്നും ഉഷ എന്ന സ്ത്രീയാണ്. കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം. നമുക്ക് വിളിക്കാം ഉഷ. ഭർത്താവിന്റെ പേര് രമേഷ് ബാബു. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി. 20 വർഷമായി. എത്ര വരെ പഠിച്ചു ഉഷ? ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞു. 17-18 വയസ്സാകുമ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞു. 18 വയസ്സ് കഴിഞ്ഞിട്ടാണോ നടന്നത്? 18 വയസ്സിന് മുൻപാണോ? 18 വയസ്സ്. 18 വയസ്സ് പൂർത്തിയായിട്ടാണ് ആണോ? ഉറപ്പുണ്ടോ അത്? ഇല്ല. എനിക്ക് ഇവിടെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 17 വയസ്സിൽ വിവാഹം കഴിഞ്ഞു എന്നാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ചോദിച്ചത്. ആണോ? അതെ, 17 വയസ്സിലാണ്. അപ്പോൾ പിന്നെ ഭർത്താവ് എവിടെയായിരുന്നു ആ സമയത്ത്? അദ്ദേഹം എവിടെയായിരുന്നു? കല്യാണ സമയത്ത് ഗൾഫിലായിരുന്നു. കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഗൾഫിൽ നിന്ന് വന്നത്. അതിന് വേണ്ടി വന്ന അദ്ദേഹം. അതിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമൊക്കെ ഞങ്ങളുടെ കൂടെ ജീവിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഗൾഫിലേക്ക് പോയി. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് അദ്ദേഹം ഉടനെ തന്നെ പോയി? എത്ര ദിവസം കഴിഞ്ഞ്? ഒരു 30 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയി. ഗൾഫിൽ പോയി. ഗൾഫിൽ പോയിട്ട് പിന്നെ തിരിച്ചു വന്നത് ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. കഴിഞ്ഞിട്ടാണ്? അപ്പം മോൾക്കൊരു 6 മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു, മൂത്ത ആൾക്ക്. അതിനുശേഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു വർഷത്തിന് ശേഷം രണ്ടാമത്തെ ആളെ പ്രഗ്നൻ്റ് ആയ സമയത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. ഈ 1.5 വർഷം കഴിഞ്ഞ് വന്നിട്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു അദ്ദേഹം നാട്ടില്? പിന്നെ പോയിട്ടില്ല ആള്. ഇവിടെ തന്നെ നാട്ടിൽ തന്നെയാണ്. അവര് എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിനും ഇടയിൽ ഒരാളെ നിർത്തിയിട്ട്. പേരെന്താ? പേര് ഇപ്പൊ അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. അത് ജഡ്ജിങ് പാനലാണ് ഇരിക്കുന്നത്. നമ്മളിവിടെ സത്യമായിട്ട് പറഞ്ഞേ പറ്റൂ. മധു എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട്. മധു എന്ന് പറഞ്ഞ ഫ്രണ്ട്. അയാൾ എവിടെ ഉള്ള ആളാ? അവിടെ വീടിന്റെ അടുത്തുള്ളത് തന്നെയാണ്. വീടെന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്ത് പത്തിരിപ്പാലത്തിന് അടുത്തുള്ള ആള് മധു. അയാൾ എന്താ വർക്ക് ചെയ്യുന്നത്? അവര് ഫാർമസിസ്റ്റ് റെപ്രസെന്റേറ്റീവ് ആണ്. റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ. അയാൾ ഇയാളുടെ ഫ്രണ്ടാണോ കുറെ കാലമായിട്ട്? കുറച്ച് ഫ്രണ്ടാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അധികം കാലത്ത് ഇല്ല, ഞങ്ങൾ അവിടെ താമസിച്ചിട്ടുള്ള കൂട്ടമുള്ളൂ. നിങ്ങൾ അവിടെ വന്ന് താമസിച്ചതിന് ശേഷം ഉള്ളൊരു കൂട്ടുള്ള ഒരാളിന്റെ പേരിലേ അയക്കൂ, നിങ്ങളുടെ പേര് അയക്കത്തില്ല. ഭാര്യയ്ക്ക് നേരിട്ട് അയക്കാതിരിക്കാൻ ഒരു കാര്യമില്ല. ഇപ്പം അയാളുടെ അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ അയച്ചെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് പൈസ എടുത്തിട്ട് ബാക്കി എന്ന് പറയാം. ഒരു കോമൺ ആയിട്ട് ഒരാളുടെ പേരിൽ അയച്ചിട്ട് നിങ്ങൾക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് വേറെ എവിടെയെങ്കിലും പകുതി പൈസ അയക്കേണ്ട വല്ല ആവശ്യങ്ങളും ഉണ്ടായിരുന്നിരിക്കാം, നമുക്കറിയത്തില്ല. അതിന് മുൻപ് എങ്ങനെയായിരുന്നു? ആദ്യം എന്ന് പറയുമ്പോൾ ഈ 1.5 വർഷം പിന്നീട് ഗൾഫിലേക്ക് പോയിട്ട് 2 വർഷം അത്രയല്ലേ ആയുള്ളൂ. സാധാരണ ഈ ജോലി ചെയ്യുമ്പം ഉള്ള ശമ്പളവും കാര്യങ്ങളും എത്രയാണെന്നില്ല. ജോലി ചെയ്യുമ്പോ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് വീട്ടിലേക്ക് പൈസ കൊണ്ടു തരുമെന്നല്ലല്ലോ, വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കുക, ഭക്ഷണം, പിന്നെ നമ്മള് ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അങ്ങനെ എന്തെങ്കിലും. അല്ലാതെ നമ്മുടെ കയ്യിൽ പൈസ കൊണ്ടൊന്നും അങ്ങനെ ഞാൻ ചെലവ് നടത്തുക അങ്ങനെയൊന്നും അല്ല. വീട്ടില് അങ്ങനെയൊന്നും ചെയ്യാറില്ല. എല്ലാ കാര്യത്തിനും ആൾ തന്നെ. ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോവുകയൊക്കെ ആണെങ്കിൽ ആൾ കൊണ്ടുവന്നാക്കും. പിന്നെ ഇത്തിരി വൈകുക, നമ്മൾ തന്നെ പോയിട്ട് ഇത്തിരി കുറച്ച് കഴിഞ്ഞ് വരിക എന്തെങ്കിലും. ഇപ്പം എല്ലാ കാരണങ്ങളും ബോധിപ്പിക്കണം. ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇത്തിരി നേരം വർത്താനം പറഞ്ഞിരുന്നാലും അന്നും വഴക്കുണ്ടാക്കും. എവിടെ ഇത്തിരി നേരം വൈകിയ എല്ലാ കാര്യങ്ങളും തൊട്ട് വീട്ടിൽ വരെ പോയ കാര്യങ്ങൾ ഞാനെല്ലാ അദ്ദേഹത്തിനോട് പറയണം. അവരുടെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ആളുടെ. അപ്പോൾ ഇവരുടെ വിചാരം ഇവരെ ചോദ്യം ചെയ്യാനാണോ എന്താണോ എന്ന് അറിയില്ല. അവർ വന്നു കഴിഞ്ഞിട്ട് ഊണ് കഴിക്കണ നേരത്തൊന്നും ഇവർ വരുന്നില്ല. ഹസ്ബൻഡ് വരുന്നില്ല. അവിടെ ഒരു ഷെഡ് പോലെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്, അവിടെ കെട്ടിയിട്ട് കൂട്ടുകാരൊക്കെ കൂടെ ഇരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും.
11 മണിയായിട്ടും ഭക്ഷണം കഴിക്കാൻ വരാണ്ടായിരിക്കുമ്പോൾ ചെറിയ മോള് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അമ്മൂമ്മ അച്ഛനൊക്കെ വന്നിരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ അവരൊക്കെ ആയിട്ട് കഴിച്ചാൽ മതി, ഞാനെന്തിനാ വരണേന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ഡ്രിങ്ക്സ് ഒരു കുപ്പിയൊക്കെ കൊണ്ടുവന്നിട്ട് എൻ്റെ അച്ഛൻ അത്യാവശ്യം കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരോട് കഴിക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞു അച്ഛന് കൊളസ്ട്രോളൊക്കെ ഉള്ളതാണ്, അപ്പോൾ ഇപ്പോൾ കഴിക്കണ്ട എന്നൊക്കെയുള്ള രീതിയിൽ അമ്മ ഉപദേശിക്കുന്ന രീതി സംസാരിച്ചപ്പോൾ അവർ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണോടത്തുനിന്ന് അവർ ഇട്ടിട്ട് ഭയങ്കര ബഹളം. എന്താണ് എന്നെ ഉപദേശിക്കാൻ വരുന്നത്, നിങ്ങളുടെ മോളെ ഉപദേശിച്ചാൽ മതിയെന്നും പിന്നെ എന്നെ മോശമായിട്ട് രീതിയിൽ ഓരോ അനാവശ്യങ്ങൾ പറയലും മുന്തലും തള്ളലും അവിടെ ഭയങ്കര ബഹളമായിട്ട് ഞങ്ങളെ 3 പേരെയും കൂടിയിട്ട് ഇവർ പുറത്തേക്ക് വാതിൽ തള്ളി അടച്ചു. ഹസ്ബൻഡ് 2 കുട്ടികളും അകത്ത്. അടിച്ചിട്ടില്ല, അടിക്കാനായിട്ട് ഉന്തലും തള്ളലും ബഹളമൊക്കെ ആയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ബഹളം